അഖണ്ഡ ഭാരതം മുഴുവനും വ്യാപിച്ചു കിടന്ന് എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യാൻമറും അഫ്ഗാനിസ്ഥാനും ഇങ്ങ് കേരളം വരെയുള്ള പ്രദേശങ്ങൾ മുഴുവനും വ്യാപിച്ചു നടന്ന ഈ മഹാഭൂഖണ്ഡം മുഴുവനുമായി നടന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അത് 18 ദിവസം കൊണ്ട് നമ്മൾ ചുരുക്കി നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പം അതൊരാൾ പോലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 10-20ഓളം ആളുകൾ കണ്ടു, 19 ആളുകൾ കമൻറ്റ് ചെയ്യുകയും ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ മുഴുവനും തീർക്കുകയാണ്. 18 ദിവസത്തെ മഹാഭാരത യുദ്ധം നമ്മൾ എന്തൊക്കെയായാലും ഫിനിഷ് ചെയ്തിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ മഹാഭാരത യുദ്ധത്തിലെ കുറച്ച് ആളുകളെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുവാണെങ്കിൽ മറ്റുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കും, അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇനി യുദ്ധത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കുറച്ച് ആളുകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കാരണം സീരിയലുകളിലൂടെ പരിചയപ്പെട്ട ആളുകൾക്കപ്പുറത്തേക്ക് മഹാഭാരത യുദ്ധത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ അധികം പോരാളികളുണ്ട്. നമ്മളുടെ ഈ ഒരു പ്രദേശത്തെ പല പ്രദേശങ്ങളും അധിവസിച്ചിരുന്ന പോരാളികളെ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കഥ പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ ഇവൻ ആരാണ് എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വരും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ഇത്തിരി ബോറിംഗ് ആണ് എൻ്റെ സംസാരം എന്നറിയാം, എന്നിരുന്നാൽ പോലും ഞാനിത് വളരെ വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കാം. ഒന്ന്, സാത്യകി പാണ്ഡവർക്കൊപ്പം നിന്നിട്ടാണ് പോരാടിയത്. കൃഷ്ണന്റെ ദത്തുപുത്രനാണ്. കൃഷ്ണന്റെ ദത്തുപുത്രൻ എന്നതിലുപരിയായിട്ട് അർജുനന്റെയും ദ്രോണരുടെയും ശിഷ്യനാണ് സാത്യകി. നാരായണീ സേന മുഴുവനും കൗരവർക്കൊപ്പം നിന്നപ്പോൾ സാത്യകി മാത്രമാണ് ആർക്കൊപ്പം നിന്നത്? പാണ്ഡവർക്കൊപ്പം നിന്നത്. ഞാൻ ഈ പേരുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള 10-25 ദിവസത്തേക്ക് ഈ പേരുകളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ എല്ലാം അങ്ങ് പരിചയപ്പെടുത്തി വെക്കുന്നത്. ഈ ശാന്തിദൂതിൻ്റെ സമയത്ത് ദുര്യോധനനും അർജുനനും ഒരേ സമയം ദ്വാരകയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ദ്വാരകയിലേക്ക് ചെയ്യുമ്പം കൃഷ്ണൻ പറയുന്നുണ്ട്, ശക്തമായിട്ടുള്ള നാരായണീ സേനയുണ്ട്, പിന്നെ ഞാനുണ്ട്. നാരായണീ സേനയെ ആർക്ക് വേണം? നാരായണീ സേനയ്ക്കൊപ്പം ഞാൻ വരില്ല. കൃഷ്ണൻ നേരിട്ട് ആയുധമെടുത്ത് പോരാടുകയില്ല. പറയുന്നത് മനസ്സിലാക്കണം. കൃഷ്ണൻ നേരിട്ട് ആയുധമെടുത്ത് പോരാടുകയില്ല, പിന്നെ എനിക്ക് ശക്തമായിട്ടുള്ള നാരായണീ സേനയുണ്ട്. അപ്പം കൃഷ്ണൻ എന്തായാലും ആയുധം എടുത്ത് പോരാടത്തില്ല. അപ്പം വളരെ ലീഥലായിട്ടുള്ള നാരായണീ സേനയെ കൂട്ടുന്നതല്ലേ ലാഭം. ദുര്യോധനൻ നാരായണീ സേനയെ ചൂസ് ചെയ്തു. അർജുനൻ കൃഷ്ണനെ തനിക്കൊപ്പം വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. സാത്യകിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ ഓവറായി പോയതാണ്. സാത്യകി കൃഷ്ണന്റെ ദത്തുപുത്രനാണ്, അർജുനന്റെയും ദ്രോണരുടെയും ശിഷ്യനാണ്. മഹാഭാരത യുദ്ധത്തിൽ അവശേഷിച്ച ആളുകളിൽ ഒരാൾ ആണെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരാളാണ് കൃതവർമാവ്. കൃതവർമാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളും നാരായണീ സേനയുടെ ഭാഗം തന്നെയാണ്. നമ്മളുടെ സാത്യകിയുടെ സഹോദരനാണ്. പിന്നെ എവിടെയാണ് ഈ നാരായണീ സേനയുടെ സേനാധിപതിയാണ്. തൻ്റെ സേനയ്ക്കൊപ്പം എല്ലായ്പ്പോഴും കൃതവർമാവ് ഉറച്ചു നിന്നിട്ടുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് അതിജീവിച്ച പോരാളികളിൽ ഒരാളും കൃതവർമാവ് തന്നെയാണ്. അദ്ദേഹം വളരെ റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു പോരാളിയാണ്. എതിരാളികളെ നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്നതിന് യാതൊരു മടിയില്ലാത്ത അദ്ദേഹം ഒരു അധിരഥി കൂടിയായിരുന്നു. മറ്റൊരാളാണ് ഭൂരിശ്രവസ്. ഭൂരിശ്രവസ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗരവരുടെ ഒപ്പം നിന്ന മറ്റൊരു പോരാളിയാണ് ഭൂരിശ്രവസ്. അദ്ദേഹം നമ്മുടെ കുരുവംശ രാജാവായ ശാന്തനുവിൻ്റെ സഹോദരന്റെ പൗത്രനാണ്. അപ്പം ശാന്തനു ആരാണ് ഏതാണ് എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. അതിന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ പറഞ്ഞ് ഞാൻ വീണ്ടും മൊത്തം കഥയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തും. അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചാബ് നിൽക്കുന്ന ബംബീഖ ഏരിയയിലെ രാജാവായിരുന്നു. അപ്പം ഇപ്പോഴത്തെ പഞ്ചാബ് കുരുക്ഷേത്രം നിന്ന ആ ഒരു പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു ഭൂരിശ്രവസ്. അദ്ദേഹം ഒരു അതിരഥിയായിരുന്നു. അദ്ദേഹത്തിന് സാത്വികമായിട്ട് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പുള്ളി കൗരവർക്കൊപ്പം നിന്നത്. പിന്നെ ഉത്തരനും ശ്വേതനും ആരാണ് എന്ന് സീരിയൽ കാണുന്നവർക്ക് സംശയം ഉണ്ടായിരിക്കത്തില്ല. ഉത്തരൻ്റെ സഹോദരനാണ് ശ്വേതൻ. നമ്മൾ പാണ്ഡവർ അജ്ഞാതവാസ കാലത്ത് പോയി താമസിച്ചിരുന്നത് മാത്സ്യദേശത്ത്, അതായത് ഇപ്പോഴത്തെ ആൽവാർ ഏരിയയുള്ള പ്രദേശമാണ് മാത്സ്യദേശം. ഇപ്പം അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയുടെ സഹോദരനാണ് ഉത്തരനും പിന്നെ അയാളുടെ സഹോദരനായിട്ടുള്ള ശ്വേതനും പാണ്ഡവർക്കൊപ്പം നിന്നിട്ടാണ് പോരാടിക്കൊണ്ടിരുന്നത്. മാത്സ്യരാജാവായിട്ടുള്ള വിരാടന്റെ പുത്രന്മാരാണ് ഉത്തരനും നമ്മുടെ ശ്വേതനും. ഈ ശ്വേതനെ സംബന്ധിച്ചിടത്തോളം ആളൊരു ഒന്നൊന്നര പോരാളിയാണ്. ദിവ്യാസ്ത്രങ്ങൾ കയ്യിലുള്ള ഒരു യുവ പോരാളിയാണ് ശ്വേതൻ. ഈ ഉത്തരൻ മരിച്ചു കഴിഞ്ഞ ശേഷം പിറ്റേന്ന് കൗരവരെ മൊത്തം പഞ്ഞിക്കിടുന്ന ഒരവസ്ഥ ശ്വേതനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും കേട്ടിട്ടില്ലാത്ത പേരായതുകൊണ്ട് ബോറടിക്കുമായിരിക്കും, എന്നാലും ഒന്നും ശ്രമിക്കണം. കാരണം ഈ പേരുകൾ നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ ജയദ്രഥൻ, സിന്ധുരാജാവായിട്ടുള്ള ജയദ്രഥനെ നിങ്ങൾക്ക് സീരിയൽ കൂടെയും സിനിമയിൽ കൂടെയൊക്കെ നന്നായിട്ട് അറിയാം. പാണ്ഡവരെ മുഴുവനും ഒരു ദിവസം തടഞ്ഞു നിർത്താനുള്ള വരബലം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ദുര്യോധനന്റെ സഹോദരിയായിട്ടുള്ള ദുഷളയുടെ ഭർത്താവാണ്. ശിവനിൽ നിന്നുമാണ് പാണ്ഡവരെ മുഴുവനും ഒരു ദിവസം തടഞ്ഞു നിർത്താനുള്ള വരം അദ്ദേഹത്തിന് കിട്ടിയത്. ആ വരത്തിന്റെ ബലത്തിലാണ് അഭിമന്യുവിന്റെ കൊല നടന്നത്. പിന്നെ ശല്യരെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞു പഠിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നമ്മുടെ പാണ്ഡുവിൻ്റെ
വൈഫായിട്ടുള്ള മാദ്രിയുടെ സഹോദരനാണ് ശല്യര്. ഈ ശല്യരെ തെറ്റിദ്ധരിപ്പിച്ച് ദുര്യോധനൻ തൻ്റെ കൂടെ നിർത്തുകയായിരുന്നു. ആള് വളരെ നല്ല രീതിയിൽ രഥം ഓടിക്കാൻ അറിയാവുന്ന ആളാണ്. അതുകൂടാതെ കുന്തം കൊണ്ട്, സ്പിയർ കൊണ്ടുള്ള ഫൈറ്റിലും വളരെയധികം ഉന്നതൻ തന്നെയാണ് ഈ ശല്യര്. അതുകൊണ്ട് യുധിഷ്ഠിരനെ കൊല്ലാൻ ശല്യരെ ഏൽപ്പിച്ചതാണ്. അങ്ങനെ ശല്യർക്ക് അബദ്ധം പറ്റിയിട്ടാണ് നമ്മുടെ ഉത്തരൻ മരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മൊത്തം കഥയിലേക്ക് പോകും, അത് വേണ്ട. പിന്നെ ഈ യുദ്ധത്തിന്റെ 16-ാമത്തെ ദിവസം കർണൻ പോരിനിറങ്ങുമ്പോൾ കർണൻ മരണപ്പെടുന്ന ദിവസം കർണന്റെ തേരാളിയും ഈ ശല്യരായിരുന്നു. ജസ്റ്റ് ഞാൻ ഇത്തിരി ലെങ്ത് കൂടി പോകും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ ഭാഗദത്തൻ കൗരവർക്കൊപ്പം നിന്നിട്ടാണ് പോരാടിയത്. ഈ ഭാഗദത്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ആസാമിലുള്ള പ്രാഗ്ജ്യോതിഷ്പൂർ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ, കാമരൂപിന്റെ പുരാതന ഇന്ത്യൻ സാമ്രാജ്യമായ കാമരൂപിന്റെ തലസ്ഥാനമായിരുന്നു പ്രാഗ്ജ്യോതിഷ്പൂർ. ആ പ്രാഗ്ജ്യോതിഷ്പൂരിലെ രാജാവായിരുന്ന നരകാസുരന്റെ പുത്രനാണ് നമ്മളുടെ ഈ ഭാഗദത്തൻ. ഈ നരകാസുരന്റെ മോനായിട്ടുള്ള ഭാഗദത്തിന് സ്വാഭാവികമായിട്ടും കൃഷ്ണനോട് ഒരു ദേഷ്യമുണ്ട്. കാരണം നരകാസുരനെ കൊന്ന് നരകാസുരന്റെ പിടിയിലായിരുന്ന 16,000 സ്ത്രീകളെയും കൃഷ്ണൻ കല്യാണം കഴിച്ച് സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ശത്രുത ഭാഗദത്തിന് കൃഷ്ണനോടും പാണ്ഡവരോടും ഉണ്ട്. പിന്നെ അധികം ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് ശകുനി അല്ല, ശിഖണ്ഡി എന്ന ക്യാരക്ടർ. ശിഖണ്ഡി എന്ന ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ അമ്പയുടെ ഇൻകാർണേഷൻ ആയിട്ടാണ് വരുന്നത്. ആ അംബാലിക ആരാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യാം. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മുടെ പ്ലേലിസ്റ്റിനകത്തുള്ള ഏതെങ്കിലും വീഡിയോ കയറി നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ എന്നാലും പറ്റുവാണെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. പിന്നെ ഈ ശിഖണ്ഡിയാണ് ഭീഷ്മരുടെ വധത്തിന് മുന്നിൽ നിൽക്കുന്നത്. അത് ഒരു വരബലമൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിലും വളരെ വലിയ കഥയുണ്ട്. പക്ഷേ ഈ ശിഖണ്ഡി എന്ന നാമം ഭീഷ്മരുടെ മരണത്തിന് കാരണക്കാരനായ അല്ലെങ്കിൽ കാരണക്കാരിയായ വ്യക്തിയാണ് എന്ന് ഓർത്തിരിക്കണം. നമ്മൾ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പേരുകൾ ഓർത്തിരിക്കണം. പിന്നെ ഘടോൽഖജൻ. ശിഖണ്ഡി ആർക്കൊപ്പമാണ് നിന്നത്? പാണ്ഡവർക്കൊപ്പമാണ് നിന്നത്. ഭീഷ്മര് കൗരവർക്കൊപ്പം ആയതുകൊണ്ട് ഭീഷ്മരെ തീർക്കുക എന്നതാണ് ശിഖണ്ഡിയുടെ ജീവിതോദ്ദേശം. അതുകൊണ്ട് അദ്ദേഹം പാണ്ഡവർക്കൊപ്പമാണ് നിന്നത്. പിന്നെ ഘടോൽഖജൻ ഭീമന്റെ പുത്രനാണ്. ഒരുപാട് രാക്ഷസന്മാരെ രാത്രി കൊന്നു തള്ളിയ ഘടോൽഖജന് രാത്രി യുദ്ധങ്ങളിൽ, മായാജാല യുദ്ധങ്ങളിൽ ആർക്കും തൊടാൻ പോലും കഴിയാത്തത്ര കരുത്തനായി മാറട്ടെ എന്നുള്ള വരബലം കൃഷ്ണനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൃഷ്ണനല്ലാതെ മറ്റാർക്കും മായാജാല യുദ്ധത്തിൽ ഘടോൽഖജനെ തോൽപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് അലംബുഷയെ കൊന്നത്. ഈ ആംബുഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബുഷൻ കൗരവർക്കൊപ്പം നിന്ന് പോരാടിയതാണ്. ആളിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ദൃശ്യകേതു പാണ്ഡവർക്കൊപ്പം നിന്നാണ് പൊരുതിയത്. ഈ ദൃശ്യകേതു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബുണ്ടേൽഖണ്ഡ്, അതായത് ചേതി രാജ്യത്തെ രാജാവായിരുന്നു നമ്മുടെ ദൃശ്യകേതു. ശിശുപാലന്റെ പുത്രനായിരുന്നു അദ്ദേഹം. പാണ്ഡവർക്കെതിരെ വളരെ നല്ല രീതിയിൽ പാണ്ഡവർക്ക് വേണ്ടി കൗരവർക്കെതിരെ നിന്ന് വളരെ നല്ല രീതിയിൽ യുദ്ധം ചെയ്ത ആളാണ് നമ്മുടെ ദൃശ്യകേതു. പിന്നെ കർണനെ കുറിച്ച് ഞാൻ തൽക്കാലം ഇപ്പൊ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ലേ. കർണനെ കുറിച്ച് ഒരുപാട് സാധനങ്ങളുണ്ട്. കർണൻ അവസാനമാണ് യുദ്ധത്തിലേക്ക് എൻ്റർ ചെയ്തത്. അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ കർണൻ വന്നിറങ്ങിയിട്ട് 1.5 അടിയായിരുന്നു അടിച്ചത്. 11 ദിവസത്തോളം യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന കർണൻ അംഗരാജ്യത്തെ രാജാവായിരുന്നു. അംഗരാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒറീഷയും ബംഗാളും ചേർന്ന ഒരു പ്രദേശമാണ് അംഗരാജ്യം. അവിടുത്തെ രാജാവായിരുന്നു കർണൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടിരുന്ന ഒരാളുണ്ടല്ലോ, കർണൻ കൗരവർക്കൊപ്പമാണ് യുദ്ധം ചെയ്തത്. എന്നിരുന്നാൽ പോലും മനസ്സ് പാണ്ഡവർക്കൊപ്പം പലപ്പോഴും നിന്നിരുന്നു. പിന്നെ അംബുഷൻ ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു രാക്ഷസനാണ് അലംബുഷൻ. ഈ അലംബുഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭീമസേനൻ പണ്ട് ബ്രാഹ്മണനായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ബകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ബകാസുരൻ എന്ന രാക്ഷസനെ കൊന്നല്ലോ, ബകാസുരന്റെ പുത്രനാണ് അംബുഷൻ. അദ്ദേഹമാണ് ഈ അംബുഷൻ അല്ലെങ്കിൽ അലംബുഷൻ എന്ന് പറയുന്ന രാക്ഷസനാണ് അർജുനന് നാഗകന്യകയായ അർജുനന്റെ നാഗകന്യകയായിട്ടുള്ള ഉലൂപ്പിയിലുണ്ടായ പുത്രനാണ് ഇരവാൻ. ഞാനങ്ങ് പറഞ്ഞുപോയി. അർജുനന്റെ പുത്രനായിട്ടുള്ള ഇരവാനെ കൊന്നു തള്ളിയത് ഈ അലംബുഷനാണ്. ഓർക്കുന്നുണ്ടല്ലോ. ഇനി ഇരവാൻ ആരാണെന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ അർജുനന് നാഗകന്യകയായിട്ടുള്ള ഉലൂപ്പിയിലുണ്ടായ പുത്രനാണ് ഇരവാൻ. അദ്ദേഹം അർജുനന് 4 ഭാര്യമാരുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തുണ്ടായ ഒരു പുത്രനാണ് ഇരവാൻ. ഇരവാൻ അത്യാവശ്യം നല്ലൊരു പോരാളിയായിരുന്നു. ഇരവാന്റെ യുദ്ധത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഇത് തീർത്ത് കഴിഞ്ഞാൽ കുറെ അധികം കാര്യങ്ങൾ പറയാം. പിന്നെ ത്രിഗത വീരന്മാർക്ക് വീരന്മാർ ആർക്കൊപ്പമാണ് നിന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ത്രിഗത വീരന്മാർ എല്ലായ്പ്പോഴും നിൽക്കുന്നത് കൗരവർക്കൊപ്പമാണ്. ത്രിഗത വീരന്മാരാണ് യഥാർത്ഥത്തിൽ ചക്രവ്യൂഹം നിർമ്മിക്കുന്നതിൽ എക്സ്പേർട്ടുകൾ. അവരുടെ ചക്രവ്യൂഹ നിർമ്മാണം കൊണ്ട് പാണ്ഡവർക്കുണ്ടായ ഈ തകർച്ചയെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ത്രിഗതന്മാർ ഭരിച്ചിരുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജലന്ധറാണ്. എന്ന് വെച്ചാൽ മുൾട്ടാൻ, കാംഗ്ര, ജലന്ധർ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പിന്നെ
അവരുടെ സംസ്ഥാനത്തിനെ കുറിച്ചൊന്നും പറഞ്ഞ് നേടുന്നില്ല. ചക്രവ്യൂഹം നിർമ്മിക്കുന്നതിൽ എക്സ്പേർട്ടുകളായിരുന്ന ത്രിഗത വീരന്മാർ കൗരവർക്കൊപ്പമാണ് നിന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. വീഡിയോയുടെ ലെങ്ത് എത്രയാണെന്ന് അറിയില്ല. പിന്നെ കൃപാചാര്യർ കൗരവർക്കൊപ്പമാണ് നിന്നത്. കൃപാചാര്യർ ആരാണ് എന്ന് അറിഞ്ഞിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദ്രോണരുടെ അളിയനാണ്, കൃപിയുടെ സഹോദരനാണ് കൃപാചാര്യർ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരു കൂടിയാണ് ആയോധന കലകളിലും ശാസ്ത്രത്തിലുമെല്ലാം. അത് ഒന്ന് ഓർത്തിരിക്കണം. അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണ് കേട്ടോ. മരണമില്ലാതെ അശ്വത്ഥമാവിനെ പോലെ തന്നെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ദൃഷ്ടദ്യുമ്നന്റെ ജീവിതോദ്ദേശം ദ്രോണരെ വധിക്കുക എന്നുള്ളതാണ്. പാഞ്ചാലിയുടെ സഹോദരനാണ്, പാണ്ഡവരുടെ അളിയനാണ്. പിന്നെ പാണ്ഡവരുടെ സേനാധിപതിയും ദൃഷ്ടദ്യുമ്നൻ തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിലും ദൃഷ്ടദ്യുമ്നന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കാരണം ഇനി വരാൻ പോകുന്ന 10-20 ദിവസം നിങ്ങൾ ഈ പേരുകളിലൂടെ ഒക്കെ തന്നെയാണ് കടന്നു പോകേണ്ടത്. ആരെങ്കിലുമൊക്കെ കാണുകൂടെ 10-20 ദിവസം. പിന്നെ അശ്വത്ഥമാവ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡ്ലി വാരിയർ ഇൻ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡുകളിലെയും ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളായിട്ട് അശ്വത്ഥമാവിനെ വിശേഷിപ്പിക്കും. കാരണം ഏറ്റവും അണ്ടർ റേറ്റഡ് ആണ്. അശ്വത്ഥമാവിനെ കുറിച്ച് നമ്മൾ വളരെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എടുത്ത് പിൻ ചെയ്ത് വെക്കാം. അശ്വത്ഥമാവിനെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. കാരണം ഈ ദിവ്യാസ്ത്രങ്ങളിൽ അപാരമായിട്ടുള്ള ജ്ഞാനമുണ്ട്. ഷോർട്ട് ടെമ്പറാണ്, വളരെ വേഗത്തിൽ പ്രകോപിതനാവും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനെല്ലാം ഉപരിയായിട്ട് ശിവാംശമാണ്, ശിവന്റെ അംശാവതാരം കൂടിയാണ് അശ്വത്ഥമാവ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ചിരഞ്ജീവിയുമാണ്, മരണമില്ലാതെ ജീവിക്കുന്നവനാണ്. അദ്ദേഹത്തിന്റെ ശിരസിലെ മണി എടുത്തു കൊടുക്കുന്നത് വരെ അദ്ദേഹത്തിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത്രമാത്രം മാസ് പോരാളിയാണ് അശ്വത്ഥമാവ്. ഇതുവരെ കിട്ടാതിരുന്ന റെക്കഗ്നേഷനൊക്കെ ഇപ്പം കൽക്കി സിനിമ ഒന്നുകൂടി കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് കൗരവ പോരാളികളുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. അവരെവിടെ നിന്നാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. കൗരവരുടെ ഉള്ളിൽ നിന്ന സാധനങ്ങളാണ്. ശകുനിയും ഗന്ധാര ദേശത്ത് നിന്ന ശകുനി, പിന്നെ ശകുനിയുടെ കുറച്ച് മക്കൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ സ്തുതയുദ്ധ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒറീസയിലെ രാജാവാണ്. പിന്നെ അവന്തിയിലെ രാജാവായിട്ടുള്ള വിന്ധ്യനുണ്ട്. സുദക്ഷിണ രാജാവുണ്ട്, കമ്പോജത്തിലെ രാജാവായിരുന്ന സുദക്ഷിണ രാജാവുണ്ട്. പിന്നെ മഹിഷ്മതിയിലെ രാജാവായിട്ടുള്ള നിലൻ കൗരവർക്കൊപ്പമാണ് നിന്നത്. പിന്നെ വൃഷകേതു ആരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വൃഷകേതു കർണന്റെ പുത്രനാണ്. വൃഷകേതു നമ്മൾ മഹാഭാരത യുദ്ധത്തിൽ അവശേഷിക്കുന്ന ആളുകളുടെ പേര് പറയുമ്പോൾ ഋഷകേതുവിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് പിന്നെ ഋഷകേതുവിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ പാണ്ഡവരുടെ സൈഡിൽ ഉള്ള ആളുകളുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പാണ്ഡ്യ രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ, പിന്നെ കെ രാജാക്കന്മാർ, നമ്മുടെ ഈ സൗത്തിൽ നിന്നുള്ള കുറച്ച് രാജാക്കന്മാരുണ്ട്. പിന്നെ അവരുടെ കുന്തിയുടെ അച്ഛൻ്റെ രാജ്യത്തു നിന്നുള്ള കുന്തിഭോജ ദേശത്തു നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. പാഞ്ചാല ദേശം, ദ്രുപദൻ്റെ സൈന്യം വരുന്നുണ്ട്. പിന്നെ സൺ ഓഫ് ധൃതരാഷ്ട്രയുടെ ധൃതരാഷ്ട്രയുടെ ഒരു പുത്രനുണ്ട്, യുയുത്സു കൗരവർക്കൊപ്പമാണ്. കൗരവനാണെങ്കിൽ പോലും പാണ്ഡവർക്കൊപ്പമാണ് നിന്നത്. ആള് പാണ്ഡവ സൈഡിലാണ് നിന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഉപപാണ്ഡവർ, ഇത്രയും ആളുകളാണ് പ്രധാനമായിട്ടും പാണ്ഡവർക്കൊപ്പം നിന്നത്. ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലായി കാണാൻ സാധ്യതയിൽ ഒരുമാതിരി കലങ്ങി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയായിരിക്കും. എന്നിരുന്നാൽ പോലും ഈ ഒരു വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ട് ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള യുദ്ധഭാഗം മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം പ്രധാനപ്പെട്ട യുദ്ധത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങൾ വിശദമായിട്ട് പറയേണ്ടി വരും. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട പോരാളികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി യഥാർത്ഥ യുദ്ധത്തിൻ്റെ ആരംഭം. ആരെങ്കിലും മുഴുവൻ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് ആരെങ്കിലും കാണണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കാണാൻ തോന്നും. പക്ഷേ ഇത് കാണാൻ നല്ല ബോറിംഗ് ആയിരിക്കും. എൻ്റെ പ്രസൻറ്റേഷൻ ഒട്ടും ഓക്കെ അല്ലെന്ന് എനിക്കറിയാം.